കേരളത്തിലെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ KC അബ്ദുള്ള മൗലവിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 1920 ഫെബ്രുവരി 22 കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ ജനിച്ചു. പിതാവ് കുന്നത്ത് സൽ ഹുസൈൻ മുസ്ലിയാർ, മാതാവ് അത്തിയ. വിദ്യാഭ്യാസം: കൊടിയത്തൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം, പുന്നൂര് പെരിങ്ങാട് ദർശകൾ ഉപരിപഠനം. 1939 വെള്ളൂർ അൽ ബാഖിയത്ത് സ്വാലിഹാത്തിൽ ചേർന്നു. 1943 MFB ബിരുദം നേടി. 1948 ഓഗസ്റ്റിൽ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ പ്രഥമ ശൂറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1959 ഹാജി സാഹിബിനെ നിര്യാണത്തെ തുടർന്ന് ജമാഅത്ത് അമീറായി. SIO and GAO കേരളത്തിൽ സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ശാഖ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നേതൃത്വം പങ്കുവഹിച്ചു. SIOയുടെ മാതൃകയിൽ വിദ്യാർത്ഥികൾക്കായി GAO എന്ന പേരിൽ സംഘടന രൂപവത്കരിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ സംഘടിത ഇസ്ലാമിക പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതും KCയുടെ രക്ഷാകർത്തൃത്വത്തിലായിരുന്നു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ: 1952 ചെന്നമംഗല്ലൂരിൽ അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ 1ാം തരം മുതൽ അറബി ഭാഷാ പഠനത്തിന് തുടക്കം കുറിച്ചു. ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇസ്ലാമിക വിദ്യാലയമായ ചെന്നമംഗല്ലൂരിലെ മദ്രസത്തുൽ ബനാത്തും KCയുടെ സംഭാവനയായിരുന്നു. 1961 അത് സ്ഥാപിതമായത്. ആർട്സ് ആൻഡ് ഇസ്ലാമിക് AIC ദഅ്വ സ്കൂളിലെ 71ാം KCയാണ്. പത്രശില്പി: മാധ്യമ പത്രത്തിൻ്റെ മുഖ്യശില്പി KC അബ്ദുള്ള മൗലവിയാണ്. പ്രബോധന വാരികയുടെയും മാസികയുടെയും വളർച്ചയിൽ അദ്ദേഹം കാര്യമായ പങ്കുവഹിച്ചു. മലർവാടി ബാലമാസിക, ആറാമം വനിതാ മാസിക, ശാസ്ത്രവിചാര മാസിക, ബോധനം ദ്വൈമ മാസിക എന്നിവയുടെ പിറവിക്ക് പിന്നിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വമായിരുന്നു. വൈജ്ഞാനിക സംഭാവനകൾ: മലയാളം, ഉറുദു, അറബി ഭാഷകളിൽ നല്ല വെളിപ്പെട്ടിരുന്ന KC ഇംഗ്ലീഷ് ഭാഷയിലും സാമാന്യം ന്യായകരസ്ഥമാക്കിയിരുന്നു. മസൂദ് അൽ-നദവിയുടെ ഇസ്ലാം ഓർ ഇസ്തിറാഖിയ, നഈം സിദ്ദീഖിയുടെ തിറാഹ എന്നിവ KCയുടെ പ്രധാന മൊഴിമാറ്റ കൃതികളാണ്. ഒട്ടേറെ പ്രബന്ധങ്ങളും ഒരു ഡസനോളം ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക നവജാതത്തിലും മുസ്ലിം വിദ്യാഭ്യാസ പരിഷ്കരണത്തിലും പത്രപ്രബോധനം, ഇസ്ലാമിക പ്രബോധനം തുടങ്ങി വിവിധ മേഖലകളിൽ നവീന കാഴ്ചപ്പാടുകളോടെ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികൾ: അല്ലാഹു ഖുർആനിൽ, പരലോകം ഖുർആനിൽ, ഇബാദത്തൊരു സമഗ്ര പഠനം, നമസ്കാരത്തിൻ്റെ ചൈതന്യം, നോമ്പിൻ്റെ ചൈതന്യം, പ്രബോധനം ഒരു മുഖവുര, ജിന്നുകളും മലക്കുകളും, കാവ്യാത്സവത്തിൻ്റെ അടിവേരുകൾ, പ്രബോധനം ഖുർആനിൽ, പ്രബോധത്തിൻ്റെ പ്രാധാന്യം. 1995 ഓഗസ്റ്റ് 13 യഹോലോകവാസം മുടിഞ്ഞ് അള്ളാഹുലേക്ക് യാത്രയായി. ഇതോടുകൂടി ഞാൻ എൻ്റെ അവതരണം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.